സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെയും എല്ലാവരും വിഷമത്തിലിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ്റെ വേർപാട് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. പല വീഡിയോസും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇന്ന് 10 മണിയൊക്കെ ആയ സമയത്ത് 10 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടന്നതുമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ വിഷമിച്ച, ഏറ്റവും അധികം ആളുകൾ കരഞ്ഞിട്ടുള്ള 2 പേരുടെ മരണത്തിലാണ്. ഒന്ന് കലാഭവൻ മണിയുടെ, 2 ഇന്നിപ്പോ നമ്മുടെ ഈ പറയുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹനീയ ഒരു മഹത് വ്യക്തിയുടെ മരണത്തിൽ. അപ്പൊ ഇങ്ങനെ ഈ 2 പേരും ജനഹൃദയങ്ങളിൽ എത്രത്തോളം ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പല വീഡിയോസും പല സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മലയാള സിനിമയെ ഒരു താങ്ങായും തണലായും എക്കാലവും കാത്തു സൂക്ഷിച്ച, മലയാള സിനിമയെ താങ്ങി നിർത്തിയ ഒരു വലിയൊരു പ്രതിഭയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് എല്ലാ ആളുകളും, എനിക്ക് തോന്നുന്നു ഞാനടക്കമുള്ള എല്ലാ ആളുകളും അദ്ദേഹം എന്തായിരുന്നു മനസ്സിലാവുന്നത്, മനസ്സിലാക്കുന്നത്. അദ്ദേഹം ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പറ്റി പറയാനായിട്ട് ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മരണശേഷം മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തിയത് ശ്രീനിവാസനാണെന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ തൂലികയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേനയിൽ വിരിഞ്ഞ ഒരുപാട് നല്ല സിനിമകളുണ്ട്. ഒരിക്കലും മറ്റൊരാൾക്കും പകരം എഴുതാൻ സാധിക്കാത്ത, ഒരിക്കലും മറ്റൊരാൾക്കും പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള കഥകളാണ് ശ്രീനിവാസന്റെ പേനാ തുമ്പിൽ അല്ലെങ്കിൽ പേനാ മഷികളിൽ നിറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത്. ഒരുപിടി സിനിമകളും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെ വലിയ രീതിയിൽ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് വളരാനായിട്ട് പ്രധാന കാരണമായത് ഈ പറയുന്ന ശ്രീനിവാസൻ തന്നെ ആയിരിക്കണം എന്നല്ല. കാരണം വെള്ളാനകളുടെ നാട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകൾ, ഈ പട്ടണപ്രവേശം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ എന്നൊക്കെ പറയുന്ന 2 പേരുടെ ഒരു ഡയറക്ഷനിൽ വന്നിട്ടുള്ള എല്ലാ സിനിമകളുടെയും തിരക്കഥ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ മലയാള സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീനിവാസൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു സ്റ്റേജിൽ വെച്ചിട്ട് പറയുന്നുണ്ട്. അവാർഡ് കിട്ടിയ സമയത്ത് അമൃത TV കണ്ടൊരു വീഡിയോ ആണ്. അതായത് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് അവസരം ചോദിച്ച് ഒരുപാട് ആളുകളെ ബന്ധപ്പെട്ടു. അങ്ങനെ എനിക്ക് പ്രിയദർശൻ സാറും അതേപോലെ തന്നെ പ്രിയദർശനും അതേപോലെ സത്യൻ അന്തിക്കാടും എന്നെ സിനിമയിലേക്ക് വിളിച്ചു. സിനിമയിൽ ഞാൻ ചെന്നിട്ട് എൻ്റെ റോൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, തനിക്കിഷ്ടമുള്ള റോൾ ചെയ്യാം, പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, തിരക്കഥയില്ല. തിരക്കഥ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്കിഷ്ടമുള്ള സിനിമയിൽ തനിക്ക് ഇഷ്ടമുള്ള റോള് അവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് അപ്പോഴാണ് പേന എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് മുന്നിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ അതിനുശേഷം പിന്നീട് മലയാള സിനിമ കണ്ടത് എക്കാലത്തെയും മികച്ച ഒരു പിടി സിനിമകൾ, ഒരു കൂട്ടം സിനിമകളുടെ ഒരു വലിയൊരു എഴുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ആ സിനിമ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്നത് സിഗരറ്റ് ആയിരുന്നു. ആ സിഗരറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എഴുത്തും നിർത്തേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന് സിഗരറ്റ് ഇല്ലാതെ എഴുതാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന് സിഗരറ്റ് എന്ന് പറയുന്ന ആ ഒരു മാരകമായിട്ടുള്ള ഒരു വിഷം, അങ്ങനെ തന്നെ പറയണം, ആ ഒരു വിഷം കടന്നു പിടിക്കുകയും അത് അദ്ദേഹത്തിന് ഇല്ലാതെ കഥ എഴുതാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കളയാൻ പറ്റാത്തൊരു സാധനമായിട്ട് സിഗരറ്റ് മാറി എന്നറിഞ്ഞപ്പോൾ എഴുത്തും അദ്ദേഹം എന്നേക്കുമായിട്ട് നിർത്തി. അങ്ങനെ അദ്ദേഹത്തിന് പിന്നീട് പറയുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒട്ടും വയ്യാതെ ആവുന്നു. മലയാള സിനിമയിൽ അത്രയും സജീവമല്ലാതെ ആവുന്നു. പിന്നീട് അദ്ദേഹം പല സ്റ്റേജുകളിലും മിന്നിമറിഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നു. ഇന്നിപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ചിതയെരിഞ്ഞ് തീരുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ കണ്ടതിൽ ഞാൻ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം. ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബറുണ്ട്. അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലായ്മ വിളിച്ച് പറയാന്നുള്ളതാണ് അവൻ്റെ മെയിൻ. അവനെ കാണുമ്പോൾ തന്നെ അറിയാം ഏതൊരു വട്ടൻ ചെറുക്കനാണെന്നുള്ളത്. എന്തോ ഒരു വട്ട് പിടിച്ച് എന്തൊക്കെയോ തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തോൽവി ചെറുക്കൻ. നമുക്കറിയാം, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടൻ, അത് ശ്രീനിവാസൻ ആവണ്ടേ, ഏതൊരു മനുഷ്യനും ആയിക്കോട്ടെ, അവരുടെ വിയോഗത്തിൽ അവരെപ്പറ്റി ഒരാളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മ്ലേച്ഛകരമായ രീതിയിലേക്ക് പറഞ്ഞു പരത്തുന്ന ഒരു വൃത്തികെട്ട പരിപാടി, ഒരു പ്രവണത, അതാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ ഒരു ലൈവ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തൊരു ഭാഗം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ശ്രീനിവാസൻ മരിച്ചപ്പോഴേ ഇപ്പൊ പോസ്റ്റുകൾ എഴുതി വെക്കുന്നതാണ് റെസ്റ്റ് ഇൻ സിനിമ എന്ന്. അപ്പൊ റെസ്റ്റ് ഇൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ബേക്കറി തൊഴിലാളിയാണ് മരിക്കുന്നതെങ്കിൽ റെസ്റ്റ് ഇൻ ബേക്കറി, ഹോട്ടലാണ് റെസ്റ്റ് ഇൻ ഹോട്ടൽ, റെസ്റ്റ് ഇൻ ഇലക്ട്രിസിറ്റി ബോർഡ്, റെസ്റ്റ് ഇൻ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറൊക്കെ വരെ കിളിയൊക്കെ മരിച്ചാലോ, അല്ല കണ്ടക്ടറൊക്കെ മരിച്ചു കഴിയുമ്പോ പിന്നെന്തുവാ, അങ്ങനെ ഒരുപാട്. പിന്നെ വേറെന്തൊക്കെയാ ഉള്ളത് ഇവിടെ? റെസ്റ്റ് ഇൻ ലുലുവിലെ സ്റ്റാഫൊക്കെ മരിക്കുമ്പോ റെസ്റ്റ് ഇൻ ഷോപ്പിംഗ് മോൾ എന്നിടുന്നതായിരിക്കും. ലുലു എന്നൊക്കെ ഇടുന്ന മോശമല്ലേ, സിനിമ എന്നല്ലേ പറഞ്ഞു. അപ്പൊ റെസ്റ്റ് ഇൻ ഷോപ്പിംഗ് മോൾ, റെസ്റ്റ് ഇൻ വർക്ക്ഷോപ്പ്,
വേറെ എന്തൊക്കെയുള്ള എല്ലാവർക്കും എല്ലാം കിട്ടിയില്ല. റെസ്റ്റിൻ സലൂൺ, റെസ്റ്റിൻ ബ്യൂട്ടി പാർലർ, ബ്യൂട്ടീഷ്യൻ മരിക്കുമ്പോൾ സലൂണിൽ മുടിവെട്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ റെസ്റ്റിൻ ബാർബർ ഷോപ്പ്, സലൂണായിപ്പോ എല്ലാം റെസ്റ്റിൻ ഫ്രൂട്ട് ജ്യൂസ്. പിന്നെന്തുവാ വേറെന്തൊക്കെയാ ഉള്ളത്? അങ്ങനെ റെസ്റ്റിൻ ഓയോ, അത് ഓയോ റൂം തൊഴിലാളി മരിക്കുമ്പോ എടുത്തോണ്ട് പോടാ തീട്ടങ്ങളെ, ഓരോന്ന് എഴുതി അങ്ങ് വിടുക. വലിയാണ് പറയുന്നില്ല ഞാനൊന്നും. ഓരോരുത്തന്മാർ ഓരോരുത്തർ എന്തെങ്കിലും മരിച്ചാലും എന്തോ കാണിച്ചാലും ഉടനെ കുണയ്ക്കാൻ ഇറങ്ങും കുറെയാണ്. അവന്റെ ഒരു റെസ്റ്റിൻ സിനിമ. എടാ മോനെ ചെകുത്താനെ, നിന്റെ ഈ സംസ്കാരം അല്ലെങ്കിൽ നിന്റെ ഈ സംസാരം അത് കൊള്ളാം. നിന്റെ തന്ത അത്ത് കിടക്കുമ്പോ നീ പറയും റെസ്റ്റിൻ ചെകുത്താന്റെ അച്ഛാ എന്ന് നീ പറയും. ഇങ്ങനെയാണെങ്കിൽ നീ അതും പറയണം. കാരണം ഒരു മനുഷ്യനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ശ്രീനിവാസൻ എന്ന് പറയുന്ന മലയാള സിനിമയെ ഇത്രയധികം വാനോളം ഉയർത്താനായിട്ട് സഹായിച്ചൊരു മനുഷ്യൻ വേറെ ഇല്ല. അങ്ങനെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവനറ്റ് കിടക്കുമ്പോൾ അദ്ദേഹം റെസ്റ്റിൻ മലയാളം സിനിമ അല്ലെ റെസ്റ്റിൻ മലയാള സിനിമ ജീനിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അദ്ദേഹമാണ് മലയാള സിനിമയെ ഇത്രയും അധികം ഉയർത്തിക്കൊണ്ട് വന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിനക്കറിയില്ല എന്നുണ്ടെങ്കിൽ അത് നിന്നെ വളർത്തിയതിന്റെ ദോഷമാണ് ചെകുത്താന്. നിന്റെ ചെകുത്താൻ എന്ന് പറയുന്ന പേര് നിന്റെ അച്ഛന്റെ വല്ല ആരെങ്കിലും ആണോ? അങ്ങനെ ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നും ചെകുത്താൻ എന്ന് പറയുന്നത് നിന്നെ ഉണ്ടാക്കിയ ആരോ ആണെന്നുള്ളത്. എന്തിനാടാ ഇങ്ങനത്തേക്ക് വെറുതെ മ്ലേച്ഛകരമായ പരിപാടി കൊണ്ട് നടക്കുന്നത്? ആ ഒരു മനുഷ്യൻ മരിച്ചതിന്റെ വിഷമത്തില് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ജനങ്ങളും വിഷമിച്ചിരിക്കുമ്പോൾ ഇവൻ അവന്റെ റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ കൊന്നാലും തള്ളയെ കൊന്നാലും കുഴപ്പമില്ല, അവന് റീച്ച് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രവണതയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അവന്റെ സംസ്കാരവും അവനെ വളർത്തിയതിൻ്റെയും ഒരു കാര്യമാണ്, അവന്റെ പിതൃത്വ ഒരു സമയത്ത് വന്നൊരു ദോഷം, അതിനെ അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു മരണാനന്തര ചടങ്ങുകളിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് വളരെ വിഷമകരമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടിയായിരുന്നു. നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു നടൻ, അദ്ദേഹം നടനാവുന്നതിനേക്കാൾ മുൻപ് ശ്രീനിവാസൻ എന്ന് പറയുന്ന അയാളുടെ മകനാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ശ്രീനിവാസന്റെ മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള, വിനീത് ശ്രീനിവാസനെ വെച്ച് നോക്കുകയാണെങ്കിലും ധ്യാനിനെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ചിരിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഒരു മുഖമായിട്ടാണ്. എത്ര സിനിമകൾ ചെയ്ത് എത്ര സിനിമകൾ പൊട്ടിയാലും എല്ലാ ജനങ്ങളെയും എന്റർടൈൻ ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധ്യാനിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സമയത്ത് പൊട്ടി കരയുന്ന ഒരു കുഞ്ഞിനെ പോലെ ധ്യാനിനെ നമ്മൾ കാണുന്നു. അതായത് അച്ഛൻ്റെ വിയോഗം സഹിക്കാൻ പറ്റാതെ കരയുന്ന ഒരു ധ്യാനിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമായി. എനിക്കടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായെന്ന് എനിക്കറിയാം. കാരണം ധ്യാനിനെ ആ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല മുൻപ്. അപ്പോൾ ധ്യാനിൻ്റെയും വിനീത് ശ്രീനിവാസൻ്റെയും ഒക്കെ ആഗ്രഹപ്രകാരം സത്യൻ അന്തിക്കാട് വീണ്ടും പേന കയ്യിലെടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അത് എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. ധ്യാനിൻ്റെ ആഗ്രഹം ശ്രീനിക്ക് വേണ്ടി സത്യൻ്റെ അവസാന കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യൻ അന്തിക്കാട് എഴുതി ഈ പറയുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഒരു ചിതയിലേക്ക് ശരീരം വെക്കുന്നതിന് മുൻപ് ആ ശരീരത്തിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. ഒരു പേനയും ഒരു പേപ്പറും കുറച്ച് പൂക്കളും അതിൽ ഈ പറയുന്ന എഴുത്തും. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈകാരിക അങ്ങനെ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിച്ചൊരു ചടങ്ങ് തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ ഈ ഒരു മരണാനന്തര ചടങ്ങുകൾ അവരുടെ വീട്ടുവളപ്പിൽ നടന്നു. അതിൽ നിങ്ങൾക്ക് സൈഡിൽ നോക്കി അറിയാൻ പറ്റും സത്യൻ അന്തിക്കാട് ആ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു പേപ്പർ എഴുതിയത് ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരത്തിന് മുകളിൽ വെക്കുന്നതൊക്കെ. പിന്നെ ഈ പറയുന്ന നമ്മുടെ ജഗദീഷ് നമ്മുടെ ശ്രീനിവാസനെ പറ്റി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഹ്യൂമർ എന്ന് പറയുന്ന ഈ വൾഗറായിട്ടുള്ള കുറേ ഡബിൾ മീനിങ് ഉള്ള അങ്ങനെയുള്ള വൃത്തികേട് പറഞ്ഞാലേ ആൾക്കാരെ ചിരിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് മാറുമ്പോഴും ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രചനയിൽ ഇതുവരെയും അങ്ങനത്തെ ഹാസ്യം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൾഗറായിട്ടുള്ള ഹാസ്യം. അദ്ദേഹം എപ്പോഴും നല്ല രീതിയിൽ ഹാസ്യം എന്താണോ ഉള്ളത് ആ രീതിയിൽ തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നാണ് ജഗദീഷ് പറഞ്ഞത്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അശ്ലീല ചൊവ്വയുള്ള ഡബിൾ മീനിങ് ഉള്ള ഒരു സംഭാഷണം പോലും അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല. ഒരു എന്താ പറയുക, തലച്ചോറിൻ്റെ ഹാസ്യമാണ്, ഒരുപാട് ആലോചിച്ചിട്ട് എഴുതുന്ന ഹാസ്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേപ്പർ ചുരുട്ടുകുറ്റി അവിടെ നിലത്ത് കിടക്കുന്നതാണ്. എഴുതി റിഫൈൻഡാക്കി കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണലായിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് 1 to 100 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല. ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ 100ാമത്തെ അല്ലെങ്കിൽ 98ാമത്തെ സീനിൻ്റെ ഡയലോഗ്സ് എഴുതും. അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത്.
അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയാൻ നേരത്ത് അതേപോലെ ഒരു ഹാസ്യമില്ല. അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ്. ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ്റെ. കണ്ടില്ലേ, ജഗദീഷ് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ജീനിയസ് ആണ് ഈ പറയുന്ന ശ്രീനിവാസൻ എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അശ്ലീല ചുവയോടുകൂടി അല്ലാതെ മറ്റുള്ള ജനങ്ങളെ ചിരിപ്പിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നൊരു മനുഷ്യൻ തന്നെയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പേനാ തുമ്പുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേനാ മഷികളിൽ ഇതുവരെയും അശ്ലീല ചുവയോടുകൂടിയുള്ള ഒരു ഹാസ്യപരമായിട്ടുള്ള സന്ദർഭങ്ങളും വിരിഞ്ഞിട്ടില്ല. അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ നോക്കി നല്ലൊരു ഹ്യൂമർ സെൻസോടുകൂടി സിനിമ എഴുതിയിരുന്ന നല്ലൊരു എഴുത്തുകാരനെ നമുക്ക് നഷ്ടമായി. നല്ലൊരു മനുഷ്യ സ്നേഹിയെ, അതിലുപരി നല്ലൊരു കർഷകനെ, അതിനേക്കാൾ ഉപരി നല്ലൊരു അച്ഛനെയാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ നഷ്ടമായത്. എല്ലായ്പ്പോഴും അച്ഛനെ പറ്റി പറയുമ്പോൾ 100 നാവായിരിക്കും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ. അവരെടുത്ത് പറയുന്നത് എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് പല ഇൻ്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും ഈ ഒരു ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ വിയോഗം? 2 ദിവസം കഴിയുമ്പോൾ നമ്മളെല്ലാവരും അത് മറക്കും. നമ്മളെന്നല്ല, നോർമലി എല്ലാ ആളുകളും മറക്കും. നമുക്കത് മറക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മണിച്ചേട്ടനെ ഇന്നും നമ്മൾ വിഷമത്തോടുകൂടി മണിച്ചേട്ടൻ്റെ വിയോഗം ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഈ പറയുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റിയും നമ്മൾ ഓർത്തിരിക്കും. കാരണം അമ്മാതിരി കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവരെപ്പറ്റി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപിടി നല്ല ഓർമ്മകൾ അവരെ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടാണ് ഈ ഒരു ലോകത്ത് നിന്ന് വിട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മരണ ചടങ്ങുകൾ നടക്കുമ്പോഴും ഈ ഒരു മനുഷ്യൻ്റെ ഒരു മരണം സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിലും അവരെപ്പറ്റി അപരാധം പറയാനായിട്ട് ഇങ്ങനെ പിതൃശൂന്യത്തരമുള്ളവന്മാർ വരുന്നൊരു കാണുമ്പോൾ, അല്ല ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ്. ഇവൻ്റെ വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴും ഇവൻ ഈ രീതിയിൽ തന്നെ പറയുമെന്ന് വിചാരിച്ചാൽ മതി. കാരണം അവൻ്റെ സംസ്കാരം അതാണ്. ഇവനെ പല രീതിയിൽ എനിക്ക് വിളിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. പറയാനുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ വയ്യാതെ കിടക്കുമ്പോഴും നമുക്കറിയാം മമ്മൂട്ടി, മോഹൻലാൽ അടക്കം ഒരുപാട് താരനിരയിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലുമാണ്. ദാസനും വിജയനും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ അശോക് കുമാറും ഒക്കെ ഈ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് മാറിയിട്ടുള്ള 2 പേരാണ് നമ്മുടെ ഈ മോഹൻലാലും മമ്മൂട്ടിയും. ഇവരെല്ലാവരും ഈ പറയുന്ന ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരങ്ങൾക്ക് അടുത്ത് തന്നെ വിതുമ്പിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടതാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലെങ്കിലും അവരുടെ ഉള്ളു നീറുന്നത്, അവരുടെ ഉള്ളു കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കണ്ണുകളോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചേർത്ത് പിടിക്കലിൻ്റെയും ആ ഒരു സൗഹൃദത്തിൻ്റെയും എല്ലാം പ്രതീകമായിരുന്ന ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്, അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇരുവരും എത്തി. അതോടൊപ്പം സൂര്യ, അങ്ങനെയുള്ള ഒരുപാട് താരങ്ങളെത്തി. അപ്പോഴും മാപ്രകളുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ട, അല്ലെ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം, ക്യാമറയും എടുത്തുകൊണ്ട് അവരുടെയൊക്കെ അണ്ണാക്കിലേക്ക് അങ്ങ് പോവുകയാണ്. അതിനിടയിൽ വെറൈറ്റി മീഡിയ, നീലക്കുയിൽ, അങ്ങനെ കുറച്ച് തോൽവി ചാനലുകളും ഇതെല്ലാം കൂടി ഒരു മരണ വീട്ടിലേക്കാണ് പോയി നിൽക്കുന്നത് നല്ല ഉമാറ വിചാരം. ഓരോരോ മൂഞ്ചി ക്യാപ്ഷൻസും എടുത്തിട്ടുകൊണ്ട് ശ്രീനിവാസന്റെ വീട്ടിൽ സൂര്യ വന്നപ്പോൾ സംഭവിച്ചത്, ശ്രീനിവാസന്റെ ശരീരം കാണാനായിട്ട് മമ്മൂട്ടി വന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞത്, മോഹൻലാലിന്റെ കൂട്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ കൂട്ടിരിക്കുന്ന മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ എന്തൊക്കെ ഒരു ബൈറ്റ്സ് അടിച്ചടിച്ചങ്ങ് വിടുകയാണ്. ഇവന്മാരൊക്കെ ഒരു മരണ വീട്ടിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു ബേസിക് കോമൺ സെൻസ് വേണ്ടേ? ഇവന്മാർ പോട്ടെ, ഒരു മഞ്ഞപ്പത്രം പോലെ, അല്ലെങ്കിൽ ഒരു മഞ്ഞ ചാനൽ പോലെ, നീലക്കുയിലും അങ്ങനെയുള്ളതൊക്കെ പോട്ടെ, വെറൈറ്റി മീഡിയ ഒക്കെ പോട്ടെ, ഈ മാധ്യമങ്ങളോ മാപ്രകൾ കാണിക്കുന്ന ക്യാമറയും കുത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ അണ്ണാക്കിലോട്ട് അങ്ങ് വെക്കുകയാണ്. ഇവർക്ക് അപ്പോഴും ബൈറ്റ്സ് ആണ് വേണ്ടത്. ആ ഒരു വീട്ടിൽ അത്രയും വിഷമിച്ച് അച്ഛൻ പോയതിൻ്റെ വിഷമത്തിൽ ആ അമ്മയും മക്കളും ഒരു കുടുംബം മുഴുവനും ഇരിക്കുമ്പോൾ ഇവരുടെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ഇവർ ഓരോ നടന്മാരുടെയും പിറകെ നടക്കുകയാണ്. അവർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് എന്തൊരു കഷ്ടമാണടാ. അത് അവർക്ക് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഒരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ക്യാമറ കൊണ്ട് അവരുടെ അണ്ണാക്കിലേക്ക് വെക്കുന്ന എന്തൊരു മാധ്യമധർമ്മമാണിത്. കഷ്ടമാണ് കേട്ടോ. നീയും അല്ല ഈ മാധ്യമങ്ങൾ, ഈ ചെകുത്താനെന്ന് പറയുന്ന ചാനലിന്റെ ഉടമയായിട്ടുള്ള ഈ തോൽവി ചറക്കനുമായിട്ടൊരു ബന്ധവും ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്ന 2 കൂട്ടം ആളുകൾ. കഷ്ടമാണ്. എന്തായാലും ആ ഒരു അതുല്യ കലാകാരൻ്റെ, ആ ഒരു വലിയൊരു നടൻ്റെ വിയോഗത്തിൽ എല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ തന്നെ ഒരുപാട് വിഷമം എനിക്കുമുണ്ട്. എന്നും മലയാളികളുടെ മനസ്സിൽ, മലയാള സിനിമയിൽ ഇങ്ങേരുടെ സ്ഥാനം, അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയുടെ സ്ഥാനം ഒരു പടി മുകളിലായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.